ഇന്ന് റമളാൻ 17. റമളാൻ 17 ഒരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ ഒരു റമളാൻ 17 യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട സുദിനമെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, ഒട്ടിയ വയറും പൊട്ടിയ വാളുമായി പോയി തങ്ങളെക്കാൾ 2 ഇരട്ടി ആൾബലമുള്ള, അതിനേക്കാളും സൈനിക ശക്തിയുള്ള ഒരു സംഘത്തോട് ഏറ്റുമുട്ടി വിശ്വാസത്തിന്റെ കരുത്തിൽ, തവക്കുലിന്റെ ബലത്തിൽ, പ്രാർത്ഥനയുടെ തണലിൽ വിജയിച്ച ബദർ എന്ന പോരാട്ടം നടന്നത്. ആ ബദറിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തിന് ബദർ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. ബദർ ഒരിക്കലും സമ്പത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നില്ല, തറവാടിത്തത്തിന്റെ പേരിലുള്ള പോരാട്ടമായിരുന്നില്ല, ഇന്ന് രാജ്യങ്ങൾ പരസ്പരം നടക്കുന്നത് പോലെ അതിർത്തി തർക്കത്തിന്റെ പേരിലുള്ള പോരാട്ടമായിരുന്നില്ല. അതൊരു ആദർശ പോരാട്ടമായിരുന്നു. ആ 2 സംഘങ്ങൾക്കിടയിൽ വ്യത്യാസം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, ആരാധനയുടെ ഒരു അണുപോലും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കില്ല. എന്നാൽ മറ്റേ വിഭാഗം പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും, അതോടൊപ്പം തന്നെ മറ്റു ചിലരെയും ഞങ്ങൾക്ക് ആരാധിക്കണം. ഞങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിക്കണം, ഇസ്മായിലിനെ ആരാധിക്കണം, ലാത്തയുടെ, ഉസ്സയുടെ, ഹുബലിന്റെ വിഗ്രഹങ്ങൾ പരിശുദ്ധ കഅബാലയത്തിൽ തന്നെ സ്ഥാപിക്കണം, എന്നിട്ട് അവരോട് ഞങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കണം, അവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ഈ ഒരു മാത്രത്തിന്റെ പേരിൽ നടന്ന പോരാട്ടമാണ് ബദർ. അവര് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹും വാഹിദ, ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കുകയാണോ എന്ന്. അങ്ങനെ ആ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന ഈ വിഭാഗം ഇവിടെ ഉണ്ടായിക്കൂടാ, അവർ നശിപ്പിക്കപ്പെടണം എന്ന ചിന്തയിൽ 1000-ഓളം വരുന്ന വൻ സൈന്യവുമായി വന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ കരുത്തിൽ വെറും 313 ആളുകൾ ഏറ്റുമുട്ടി വിജയിച്ച പോരാട്ടമാണ് ബദർ. അതുകൊണ്ട് തന്നെ ആ ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, നമ്മളും പ്രഖ്യാപിക്കേണ്ടത്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, ആരാധനയുടെ ഒരു അണു പോലും വേറൊരാൾക്കും ഞാൻ നൽകുകയില്ല. ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബി അഹദ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഉറച്ച മനസ്സോടെ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ആ ബദറിൽ പോരാടിയ ആ ബദരീങ്ങളുടെ അനുയായികളായി നമ്മൾ മാറുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് എന്താണ്? ഒന്ന് വെച്ച് കുത്തി വിടാൻ പോകുന്ന സമയത്ത് പോലും അല്ലാഹ് എന്ന് വിളിക്കേണ്ട നാവുകൊണ്ട് അവർ വിളിക്കുന്നത് ബദരീങ്ങളെ എന്ന. ആ ബദരീങ്ങളോട് സന്താനലബ്ധിക്ക്, രോഗനിവാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധന, പ്രാർത്ഥന എന്ന ആരാധന ആ ബദരീങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇത് ഗുരുതരമായ തെറ്റാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആ ബദരീങ്ങൾ പോരാടിയത്, ആ ബദരീങ്ങളുടെ നേതാവ് പ്രഖ്യാപിച്ചത്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബി അഹദ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ആ ഒരു ആദർശം ഉൾക്കൊണ്ട് ആ ബദരീങ്ങളുടെ അനുയായികളായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ തുണക്കുമാറാവട്ടെ.